നമ്മൾ ആദ്യം കോൺഗ്രസ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കണ്ടിരുന്നതാണ് കോൺഗ്രസ്സിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന്. അവസാന സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പുറത്തു വന്നു. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം പരിഹരിച്ചു എന്നാണ് ഇതുവരെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. കെ സുധാകരൻ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. അത് നേതാക്കൾ ഇടപെട്ട് തന്നെ പരിഹരിക്കുകയുണ്ടായി. തുടർന്ന് വിവിധ മാധ്യമങ്ങൾക്കായി അദ്ദേഹം അഭിമുഖങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ചിലതിൽ പറയുന്നു പിണറായി 3.0 വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാനാകില്ല, അല്ലെങ്കിൽ വന്നേക്കില്ല, അല്ലെങ്കിൽ വരും എന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. അതേസമയം UDF വരുമോ എന്ന ചോദ്യത്തിന് വേറൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കേവല ഭൂരിപക്ഷം നേടും എന്നൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറേ പേരെ തർക്കങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എൽദോസ് കുന്നപ്പള്ളി ആകട്ടെ, ജോസഫ് ആഴക്കൻ, അടൂർ പ്രകാശ്, ദീപ്തി മേരി വർഗീസ്, ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ കോൺഗ്രസ് രമ്യമായി പരിഹരിച്ചിട്ടുണ്ട്. നിലവിലൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കെ ഉണ്ടായ ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചതിൽ കോൺഗ്രസിനെ ആശ്വസിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വാർത്തകളൊക്കെ കോൺഗ്രസിനെ അപകടത്തിലാക്കാനുള്ള മാധ്യമങ്ങളുടെ നീക്കമാണെന്ന് കൂടിയിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവും UDF കൺവീനറും അടക്കം വിശദീകരിച്ചത്. എന്നാൽ വസ്തുത എന്താണെന്ന് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ കോൺഗ്രസ് അതിനെ നേരിടാൻ എത്രത്തോളം സജ്ജമായി എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ജിമ്മി, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സുധാകരൻ്റെ അഭിമുഖമുണ്ട്, ബാക്കി നേതാക്കളുടെ പ്രതികരണങ്ങളുണ്ട്. കോൺഗ്രസ് സെറ്റായോ? തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസോ ഏത് സംവിധാനമായാലും അത് സെറ്റാണ്. അതുപോലെ തന്നെ കെ സുധാകരൻ്റെ വിഷയം ഒരൊറ്റ നേതാവിൻ്റെ ഒരൊറ്റ സീറ്റിലെ പ്രശ്നവുമാണ്. ഇതിനിടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യാതെ പോയ കോൺഗ്രസിൻ്റെ 100-നടുത്ത് വരുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ അതൊക്കെ കറക്റ്റാണോ? അത് നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ കഴിവുള്ളവരാണോ? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുമ്പ് വളരെ എളുപ്പമായിരുന്നു കോൺഗ്രസിനകത്തെ സീറ്റുകൾ ആർക്കൊക്കെ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ. എയും ഐയും വെച്ച് നമുക്ക് കൃത്യമായി പറയാം. കുറച്ച് കാലമായി അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. അങ്ങനെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മൊത്തം പൊളിഞ്ഞതിന് ശേഷം 3 എണ്ണം ഉണ്ടെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല ഗ്രൂപ്പുണ്ട്, VD സതീശൻ ഗ്രൂപ്പുണ്ട്, അതുകൂടാതെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഇതിനൊക്കെ മുകളിൽ പവർഫുള്ളായിട്ടുള്ള വേറെ ഗ്രൂപ്പുണ്ടെന്ന് പറയും. ഇത് ആരൊക്കെ എത്ര എന്ന് ചോദിച്ചാൽ പല കഥകളുണ്ട്. നമുക്ക് ഇപ്പോൾ കേൾക്കുന്ന കഥകളനുസരിച്ച് KC വേണുഗോപാലിനാണ് പരമാവധി ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയാണ് അതിന് താഴെ, അതിലും താഴെ VD സതീശൻ വരൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും കാര്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ എത്ര MLA മാരുണ്ട്, ആ MLA മാരിൽ ആർക്കൊക്കെ വേണ്ടി കൈവക്കും എന്നത് മാത്രമൊക്കെ ഇത്ര വിഷയമുള്ളൂ. പക്ഷേ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം, ഇപ്പോൾ കഴക്കൂട്ടം പോലെ വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന സ്ഥലത്ത് കുറച്ച് കാലമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ലാത്ത ഒരു കാൻഡിഡേറ്റിനെയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദ്, പേര് വിട്ടു, ശരത്ചന്ദ്ര പ്രസാദിനെ. അതെന്താണ് അതിൻ്റെ ഒരു സാധ്യത എന്താണ്? വളരെ ശക്തിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കോൺഗ്രസ്സിന് കുറച്ചുകൂടി ശക്തിയായ സ്ഥാനാർത്ഥി വരാം എന്ന്. രമ്യ ഹരിദാസ് വടക്ക് നിന്ന് തിരുവനന്തപുരത്ത്, തെക്ക് വന്ന് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിൽ വന്ന് മത്സരിക്കുന്നു. എന്താ ഇതിൻ്റെ ലോജിക്ക്? ഇങ്ങനെ ഒരുപാട് സീറ്റുകൾ നമുക്കങ്ങനെ പറയാനുണ്ട്. ശിവകുമാർ മത്സരിക്കുന്നത് സിറ്റിക്കുള്ളിലാണ്. അരുവിക്കര പോയി മത്സരിക്കുന്നു. അരുവിക്കരയിൽ കഴിഞ്ഞ തവണ CPM സ്റ്റീഫൻ വഴി ആ മണ്ഡലം പിടിച്ചെടുത്തതാണ്. എങ്കിൽ പോലും ശിവകുമാർ അവിടെ പോയത് എന്തിനാണെന്ന് ചോദ്യമുണ്ട്. നേമത്തെ നിങ്ങൾ ശബരിനാഥിനെ നിർത്തി, നല്ല കാര്യം. അങ്ങനെ പല രീതിയിൽ ഓരോരോ സീറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് പല സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 9 സ്ത്രീകളെ ഉള്ളൂ. ശശി തരൂർ ആ കാര്യത്തിൽ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഞാൻ പറയുന്നത് ഇവിടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം, പ്രധാനപ്പെട്ട നേതാക്കളുടെ ആളുകളപ്പുറം സമുദായ സംഘടനകൾ വളരെ കൃത്യമായി പിടിമുറുക്കിയ ഒരു കോൺഗ്രസിൻ്റെ ലിസ്റ്റിനെയാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭ വളരെ കാര്യമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു പവർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ശിവഗിരി മഠം 18 സീറ്റോ 14 സീറ്റിലോ ഒപ്പിട്ട് ലിസ്റ്റ് കൊടുത്തെന്ന് പറഞ്ഞു. അതുപോലും കാര്യമായി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചില MPമാർ ഞങ്ങളുടെ സ്വന്തം ആളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ രമ്യ ഹരിദാസിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അത് അടൂർ പ്രകാശ് ഉറപ്പിച്ചിട്ടുണ്ട്, ഞാൻ ജയിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. ബെന്നി ബെഹനാൻ വേറൊരു കാൻഡിഡേറ്റിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ. ഇപ്പോൾ ഞാനൊരു സമുദായ സമവാക്യങ്ങൾ വെറുതെ ഒന്ന് കുറിച്ചെടുത്തതെന്ന് ചിലപ്പോൾ തെറ്റാം, പക്ഷേ എന്നാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു സാധനം പറയാം. ഈ ഒരുപാട് MPമാരും ഇവരൊക്കെ മത്സരിക്കുമ്പോൾ, അല്ലെ MPമാരുടെ സ്ഥാനാർത്ഥി നോമിനീസും നേതാക്കളുടെ നോമിനീസൊക്കെ മത്സരിക്കുമ്പോൾ 22 ക്രിസ്ത്യാനികൾ ഈ ലിസ്റ്റിനകത്തുണ്ട്. ആ 22-ൽ 10 പേര് സീറോ മലബാർ, അതായത് കത്തോലിക്ക സഭകളിലെ ഏറ്റവും ശക്തിയുള്ള, നമ്മൾ ഈ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറയരുത്, സീറോ മലബാറുണ്ട്, ലാറ്റിനുണ്ട്, അതുപോലെ തന്നെ സീറോ മലങ്കരയുണ്ട്. ഇങ്ങനെ 3 വിഭാഗങ്ങളുണ്ട്. അതിൽ ശക്തിയുള്ളതും ആളുകളുള്ളതും സംഘടനാശേഷിയും മറ്റ് സ്വാധീനവുമുള്ള ഏറ്റവും വലുതായിട്ടുള്ളത് സീറോ മലബാറാണ്. സീറോ മലബാറിലെ 10 പേർ മത്സരിക്കുന്നു. 21 പേര് നായർ സമുദായത്തിൽ നിന്നാണ്, 20 പേര് ഈഴവരാണ്, 12 പേർ മുസ്ലിങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്.
അപ്പോൾ ഈ കണക്കുകളൊക്കെ നിങ്ങൾ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻസ് മനസ്സിലാകും. ഈ സമുദായ സംഘടനകളെ സമാധാനിപ്പിക്കാൻ അവിടെ ഒരു ഈഴവനെ വെച്ച് പിന്നെ അവനെ എടുത്ത് ഇവിടെ വെച്ച്, ഇപ്പോൾ ഉദാഹരണത്തിന് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട സീറ്റായി കൊണ്ടുവന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി നിന്നിരുന്നത് ജോസഫ് വാഴക്കനായിരുന്നു. മുമ്പ് നിന്ന് ജോസഫ് വാഴക്കൻ മത്സരം ജയിച്ചാണ്. അപ്പോൾ അവിടെ ഇത്തവണ നാട്ടകം സുരേഷ് വരുന്നു. അപ്പോൾ നാട്ടകം സുരേഷ് പറ്റില്ല എന്ന് സഭ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നാട്ടകം സുരേഷിനെ എടുത്ത് മുമ്പ് അപ്പോൾ നാട്ടകം സുരേഷിനെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എടുത്ത് മൂവാറ്റുപുഴ ഇട്ടു. അപ്പോൾ ഏറ്റുമാനൂർ ഇട്ടു. അപ്പം അവിടെ ജോസഫ് വാഴക്കൻ്റെ പദവി പോയി. ഇവിടെ വേറൊരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് സഭാ താല്പര്യങ്ങളും സമുദായ താല്പര്യങ്ങളൊക്കെ കാര്യമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ നന്നായിരിക്കും, ചിലപ്പോൾ ഗുണപ്പെടുമായിരിക്കും. കോൺഗ്രസ് എന്തൊക്കെയാണ് കണക്കൂട്ടുന്ന അറിയില്ല. പക്ഷേ ഞാൻ പറയാൻ വന്നത് ഒരു കെ സുധാകരനാണ് നമ്മുടെ ശ്രദ്ധയൊക്കെ പോയതെങ്കിലും വേറെ ഒരുപാട് താല്പര്യങ്ങളും കണക്കൂട്ടലുകളുടെയും അടിസ്ഥാനത്തിൽ പരമാവധി സമുദായ സംഘടനകളെയും ഒക്കെ സന്തോഷിപ്പിച്ചും ഒക്കെയാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം AICC വളരെ കാര്യമായ അവസാനം ഇതിനകത്ത് ഉടക്ക് വയ്ക്കാൻ ശ്രമിച്ചിരുന്നു. ഈ അടുത്ത കാലത്തെങ്ങും ഇത്രയും നീണ്ടു നിൽക്കുന്ന പാതിരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ചർച്ചകളുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയും അവസാനത്തെ സീറ്റ് തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല. 48 മണിക്കൂർ എന്ന് പറയുന്നത് വീഡിയോ 48 മണിക്കൂർ എടുത്തില്ലേ? അല്ലേ എടുത്തുള്ളൂ. 24 പറഞ്ഞാൽ 48 ആയിപ്പോയി. 48 മണിക്കൂർ എടുത്തു കേട്ടോ. സത്യത്തിൽ 48 മണിക്കൂർ എടുത്തു. എന്നിട്ടാണ് അവസാനമായത്. അപ്പോൾ വീഡിയോ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ലെഫ്റ്റിന് സീറ്റായില്ല. അതൊന്നുമല്ല. കോൺഗ്രസ് പതിവ് പോലെ അവർ പതിവ് തെറ്റിക്കാമെന്ന് വിചാരിച്ചു. തദ്ദേശത്തിൽ ചെയ്തതുപോലെ കൃത്യമായി നേരത്തെ സ്ഥാനത്തിൽ തീരുമാനിക്കാമെന്ന് വെച്ചു. അത് പറ്റിയില്ല. പക്ഷേ കോൺഗ്രസ് സെറ്റായോ എന്ന് ചോദ്യത്തിന് ഇതൊക്കെ പതിവാണ്. ഇനി തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ശരിക്കുള്ള വിഷയങ്ങളിലേക്ക് കോൺഗ്രസ്സിന് അവരുടെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പോൾ ലെഫ്റ്റിന് അനുകൂലമായിട്ടാണ് ഈ ഗെയിം നടക്കുന്നത്. ഒന്ന്, കോൺഗ്രസ്സിനകത്തെയും പ്രത്യേകിച്ച് കോൺഗ്രസ്സിനകത്ത് UDFൽ അവരുടെ ദൗർബല്യങ്ങളും അവരുടെ അന്തഛിദ്രങ്ങളും പ്രശ്നങ്ങളുമാണ് ഒരു വശത്ത് കിടക്കുന്നത്. CPM അവരുടെ നേതാക്കൾ പലരും പ്രധാനപ്പെട്ട പല തലമുതിർന്ന ആളുകളും അവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് വന്നതിനെക്കുറിച്ചൊന്നും ചർച്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ ആ ചർച്ചയൊക്കെ മുങ്ങിപ്പോയത് ഈ കോൺഗ്രസ്സിനകത്തെ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. വേഴ്സസ് LDFൻ്റെ 10 വർഷത്തെ ഭരണം, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ഒരു വശം. കോൺഗ്രസിൻ്റെ അങ്ങനെ ഒരു പ്രചരണ വാചകം നമ്മൾ കണ്ടില്ല. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നില്ല, ഇത്തവണയും ഇല്ലേ അറിയില്ല. കേരളം ജയിക്കും, UDF നയിക്കും, അങ്ങനെയാണോ? ഞാനിപ്പോൾ ഒരിടത്ത് കണ്ടില്ല, അങ്ങനെ ഒരിടത്ത് വന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ അതിൻ്റെ പുഷ് കുറവാണെന്നതിൻ്റെ അർത്ഥം. എക്സാക്ട്ലി. ഞാനിപ്പോൾ കുറേ സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിടത്തും അങ്ങനെ ഒരു സാധനം കണ്ടില്ല. ഈ വിഷയത്തിൽ നിന്ന് ഇപ്പോൾ ഇന്ന് പക്ഷേ VD സതീശൻ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി VD സതീശൻ ഇന്ന് 2 ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇത് തിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞത് കിഫ്ബി വഴി 1,10,000 കോടി ഞങ്ങൾ ചിലവാക്കി എന്ന് പറയുന്ന LDFൻ്റെ ക്യാമ്പയിനെ ആക്രമിച്ചുകൊണ്ട് അത് നുണയാണ്. വെറും 38,000 കോടിയേ ഉള്ളൂ. അതിൽ 30,000 കോടി ടാക്സ് നമ്മുടെ ടാക്സിൽ നിന്നെടുത്താണ്. ഈ കിഫ്ബി വഴിയുള്ള കടമെടുത്തുള്ള പരിപാടി 8,000 കോടിയേ ഉള്ളൂ, നുണയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞൊരു പുതിയൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. 2, ഈ കാര്യത്തിൽ സർക്കാരിന് വില നിയന്ത്രിക്കുന്നതിൽ, വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ പറ്റിയില്ലെന്ന് മാത്രമല്ല, വിലക്കയറ്റത്തിൽ 1-ാം സ്ഥാനത്താണ് കേരളം എന്ന് പറഞ്ഞ് VD സതീശൻ സപ്ലൈകോ തകർന്നുപോയി, വിപണിയിൽ ഇടപെടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഈ 2 വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ICUവിലുണ്ടായിരുന്ന ഒരു തീപിടുത്തത്തിൻ്റെ ഭാഗമായി 5 പേർ മരിച്ചെന്നും അതിൽ 2 മനഃപൂർവ്വം ഉണ്ടായ കുഴപ്പമാണ്, ഈ രോഗികളെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വാർത്ത ഇന്ന് വന്നു. ഇന്ന് ഉച്ചയായപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ പോയി ധർണ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമ്പയിൻ LDF സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള ചർച്ചയാക്കി തിരിച്ചുവിടാനുള്ള ശ്രമം കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ സെറ്റാക്കുക. അപ്പോൾ ആ പണി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അത് കെട്ടടങ്ങുകയും ശരിക്കുള്ള തിരഞ്ഞെടുപ്പ് ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ LDFൻ്റെ ഭരണം അതൊരു ചർച്ചയാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങളിലേക്ക് കാര്യങ്ങളിൽ പോവുകയും ചെയ്യുമ്പോൾ ശരിക്കുള്ള ഇലക്ഷൻ ബാറ്റിൽ, പൊളിറ്റിക്കൽ ബാറ്റിൽ, 5 വർഷത്തെ ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ അത് നമുക്ക് വേണ്ടതുമാണ്, അതുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിഷാദ്, ഈ CPMൽ നിന്ന് കലഹിച്ച് പുറത്തു വന്നവരും CPM പുറത്താക്കിയവരെയും കൂടിയിട്ട് UDF അവരെ പിന്തുണ കൊടുത്ത് മത്സരിപ്പിക്കുന്ന 4 മണ്ഡലങ്ങളുണ്ടല്ലോ. ആലപ്പുഴയാകട്ടെ, അമ്പലപ്പുഴയാകട്ടെ, ഒറ്റപ്പാലം ആകട്ടെ. ആ ഒരു UDFൻ്റെ പരീക്ഷണത്തെ അല്ലെ കോൺഗ്രസിൻ്റെ അത്തരം ഒരു നീക്കത്തെ എങ്ങനെ കാണുന്നത്? പ്രത്യേകിച്ച് അവിടെ വിമത സ്ഥാനാർത്ഥികൾ കൂടി വന്നേക്കും എന്നുള്ള ആശങ്കയുണ്ട്. സുധാകരൻ പറയുന്നുണ്ട് അവരെയൊക്കെ അനുനയിപ്പിക്കും, വിമത സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ കൂടിയിട്ട്. അതിനെങ്ങനെയാണ് കൂടി? അല്ല, എനിക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് എടുക്കുന്ന വളരെ പ്രിസിഷൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രാറ്റജിക് ഡിസിഷൻസ്, അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്,
അങ്ങനെ അവർ വിജയിച്ചു പോകുന്ന ഒരു ചരിത്രമാണോ പൂർണ്ണമായും കോൺഗ്രസിന് ഉണ്ടായിരുന്നത് എന്ന കാര്യം ആലോചിക്കണം. ശരിയാണ്, കോൺഗ്രസ് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും പലതരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടുവരികയും അജണ്ട സെറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എല്ലാ കാലത്തും എടുത്തിട്ടുള്ള സമീപനം അല്ലെങ്കിൽ എല്ലാ കാലത്തും നമ്മൾ അതിനകത്ത് നിന്ന് കേട്ടുള്ള ശബ്ദങ്ങൾ ഈ സ്വഭാവമുള്ളതാണ്. ഇതിനേക്കാൾ വലിയ ആരംഭം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ ആരംഭമല്ലേ ഉമ്മൻചാണ്ടി അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിൽ പിണങ്ങി ഇറങ്ങി പോന്നു കളഞ്ഞല്ലോ. തിരുവനന്തപുരത്ത് പോകുന്നു അദ്ദേഹം. ബെന്നി ബെഹനാനെയൊക്കെ മത്സരിപ്പിക്കേണ്ടെന്ന് VM സുധീരൻ ഭയങ്കര വഴക്കുണ്ടാക്കിയത്. ഇതിനേക്കാളും വലിയ ഡ്രമാറ്റിക് സിറ്റുവേഷൻ നമ്മൾ എവിടെ നിന്ന് കണ്ടിട്ടുണ്ട്? കോൺഗ്രസിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ കോൺഗ്രസ് എന്താവും? ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടും, അതിനെതിരെ ചില വിമത ശബ്ദങ്ങളും കലഹങ്ങളും ഉണ്ടാവും, അത് സെറ്റിൽ ചെയ്യും, ചില സ്ഥലത്ത് ആളുകൾ മത്സരിക്കും. അപ്പോൾ സത്യത്തിൽ കോൺഗ്രസിൻ്റെ വിജയങ്ങളെ തീരുമാനിക്കുന്നത് ഭരണവിരുദ്ധ വികാരമോ അപ്പുറത്തെ മുന്നണിയോടുള്ള വിയോജിപ്പോ അല്ലെങ്കിൽ പലതരം സാമൂഹിക ഘടകങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ മതസാമുദായിക ഘടകങ്ങൾ, ഇവയുടെ എല്ലാം ഒരു ഏകീകരണം സംഭവിക്കുമ്പോഴാണ് UDF മുന്നണി തന്നെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വിജയം സാധ്യമാവുക. അല്ലാതെ ഒരു 2-3 വർഷം എടുത്തിട്ടുള്ള പ്ലാനിങ്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ സർവേകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയും CPM ഒക്കെ ചെയ്യുന്ന പോലെ ഓരോ സ്ഥലത്തും വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം ആ ഒരൊറ്റ മെറിറ്റിൽ മാത്രം തീരുമാനിക്കുന്നു, എന്നിട്ട് അവിടെ തീരുമാനിച്ച് നേരത്തെ പ്രചാരണത്തിന് അയക്കുന്നു. ഇതൊന്നും കോൺഗ്രസിൻ്റെ രീതിയല്ല. കോൺഗ്രസിനെ കൊണ്ടത് പറ്റുകയുമില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് ഒരു ഭരണമാറ്റം എങ്കിൽ അതിൻ്റെ ആനുകൂല്യം സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് വരും. അതേ ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രതീക്ഷയെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഈ കാണിക്കുന്നത് അങ്ങേയറ്റം അൺപ്രൊഫഷണൽ ആയിട്ടുള്ള പരിപാടികളാണല്ലോ. ഇതിൽ തന്നെ നോക്കും, നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കുന്നു, KC വേണുഗോപാലിൻ്റെ കൂടുതൽ ആളുകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നു. അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതൽ. VD സതീശൻ അദ്ദേഹം പിടിച്ച പിടി മുഴുവൻ മുറുക്കാൻ പറ്റിയില്ല എന്ന നിലയ്ക്കുള്ള അഭ്യൂഹങ്ങളോ കഥകൾ, തിയറീസ് ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ പ്രതിപക്ഷ നിരയുടെ മുഖമായി ആളുകൾ കണ്ടത്, പ്രതിപക്ഷത്തിൻ്റെ ആളുകൾ, പ്രതിപക്ഷത്തിൻ്റെ സിമ്പതൈസേഴ്സ് കണ്ടത് VD സതീശനെയാണ് സ്ട്രോങ് ഫൈറ്ററായിട്ട് കണ്ടത്. അപ്പോൾ അദ്ദേഹം ഇപ്പം പിണറായി വിജയൻ മാറി VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് വിചാരിക്കുന്നവരാണ് ഈ പ്രതിപക്ഷ ക്യാമ്പിലെ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. പെട്ടെന്നൊരു സന്ദർഭത്തിൽ കോൺഗ്രസ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്, VD സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത കുറഞ്ഞു കേട്ടോ, KC വേണുഗോപാൽ ഡ്രോപ്പ് ചെയ്യപ്പെട്ടേക്കാം, പാരച്യൂട്ട് ചെയ്യപ്പെട്ടേക്കാം എന്നൊരു സംഗതി വരികയാണ്. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ചിലപ്പോൾ മുഖ്യമന്ത്രി ആയേക്കാം. അതിൻ്റെ പേരിലൊരു വലിയ ഫൈറ്റ് കണക്കാണ്. അവസാനത്തെ സീറ്റ് വീതം വെപ്പിൽ VD സതീശൻ ദുർബലനായി എന്നൊരു കഥ വരുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച് ആ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന നോൺ കോൺഗ്രസ് ഓർ നോൺ UDF മനുഷ്യന്മാരുണ്ടല്ലോ, അവരെ ആലോചിക്കുക പ്രേരിപ്പിക്കില്ലേ? അപ്പോൾ സതീശൻ കൊള്ളാവുന്നൊരു കക്ഷിയാണ്, പക്ഷെ അയാളെ ഒന്നും മുഖ്യമന്ത്രിയാക്കാൻ ഇവന്മാർ ഉദ്ദേശിക്കുന്നു തോന്നുന്നില്ല. എനിക്ക് പിന്നെ വിജയം തുടരട്ടെ എന്നാലോചിക്കാമല്ലോ. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഈ 5 വർഷക്കാലം ഇതിൻ്റെ മുന്നണിയിലുണ്ടായിരുന്ന ആളെ അവസാന മൊമെൻറ്റിൽ ഭരണം കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ തട്ടിത്തെറിപ്പിക്കുന്ന ഗ്രൂപ്പ് പോരാട്ടം നടക്കുന്നു എന്ന് ജനത്തിന് ഫീൽ ചെയ്യുന്നത് ഗുണമാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണിയെടുക്കുന്ന മനുഷ്യൻ റിവാർഡ് ചെയ്യപ്പെടുക എന്നുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന കാര്യം. VD സതീശൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അഭിപ്രായമുള്ള ആൾക്കാരെ, അയാൾ ഇനി മുഖ്യമന്ത്രി പദവിയിലേക്ക് വരുമെന്ന് ആഗ്രഹിച്ച ആൾക്കാരെ വിന്ദിയാണ്, അലോസരപ്പെടുത്തുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ചാൻസ് കിട്ടി, അദ്ദേഹത്തിന് ഈ ഭരണം മറിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം കുറച്ച് ഓൾറെഡി സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആൾക്കാരെ നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യാനും സ്വാധീനിക്കാനും ശേഷിയുള്ള ഡ്രാമ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനൊരു ഭാഗ്യമുണ്ട്, അത് തലേദിവസം തിരിച്ചു കയറി വരാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ്. ആ നിലയ്ക്കുള്ള ഇതിനേക്കാൾ വലിയ അലമ്പുണ്ട കാര്യം നമ്മൾ പറഞ്ഞല്ലോ. സോ ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൻ്റെ ആനുകൂല്യം കോൺഗ്രസിന് കിട്ടും. ഇതിൽ നിന്ന് കോൺഗ്രസിന് ഒരു കാലത്ത് മുക്തമാകാൻ പറ്റുന്ന സംഗതിയല്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? കോൺഗ്രസിന് സംസ്കാരപരമായി തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ പറയുമല്ലോ, എനിക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കൗതുകം തോന്നും. പാർട്ടി തീരുമാനിച്ചാൽ അത് ഞാൻ അനുസരിക്കും, പാർട്ടിക്ക് വിധേയപ്പെടും. ഏതാണ് ഈ പാർട്ടി? അങ്ങനെ ഒരു പൂർണ്ണമായ പാർട്ടി എന്നൊരു സംഗതി ഉണ്ടോ? ഒരു മനുഷ്യൻ പറഞ്ഞ അയാളുടെ ഗ്രൂപ്പിനെ കുറിച്ചായിരിക്കും. അതായത് പൂർണ്ണമായ ഒരു പാർട്ടി സംവിധാനമായിട്ട് തന്നെ അതിനെ ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ രമേശ് ചെന്നിത്തല ഗ്രൂപ്പ് ഓർ KC വേണുഗോപാൽ ഗ്രൂപ്പ്, അതർവൈസ് നിങ്ങൾ VD സതീശൻ്റെ ഗ്രൂപ്പ്, ഏതാ നിങ്ങളുടെ ഗ്രൂപ്പ്? പാർട്ടിയൊക്കെ രണ്ടാമത് പറയാം. നിങ്ങൾ ഏത് വലിയ പാർട്ടി താല്പര്യം പറഞ്ഞാലും ഗ്രൂപ്പ് മാനേജർമാരുടെ ആശീർവാദം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി ഒന്നും തരില്ല. അതുകൊണ്ടല്ലേ പല ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവരും ഔട്ടായി പോയത്, അപ്രതീക്ഷിതമായ പല ആൾക്കാരും. 1.25 ലക്ഷം പോസ്റ്റാണ് ആരുടെ പോയത്? ഈ പറഞ്ഞ ജോസഫ് വാഴക്കൻ്റെ പോയത്. സർവം ദീപ്തമെന്ന് പോസ്റ്റ് അടിച്ചു ദീപ്തി മേരി വർഗീസ്. എന്തുകൊണ്ടാണ് അവർക്ക് ആ സീറ്റ് കിട്ടാത്തത്? പലയിടത്തും കനകോലു ടീം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത ലിസ്റ്റിലുള്ള ആൾക്കാരെ മുഴുവൻ വെട്ടി. അതെന്തുകൊണ്ടാണ്? അപ്പം ഞങ്ങളുടെ പാർട്ടി താല്പര്യം, അങ്ങനെ പാർട്ടി താല്പര്യം എന്നൊരു താല്പര്യം കോൺഗ്രസിലില്ല, ഗ്രൂപ്പ് താല്പര്യമേ ഉള്ളൂ. പാർട്ടിയുടെ പൊതുവായ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഈ 56 മണിക്കൂർ കിടന്ന് ഫൈറ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നട്ടപ്പാതിലേക്ക് വരെ തീരുമാനം എടുക്കാൻ കഴിയുക. അപ്പോൾ പൊതുവായ താല്പര്യമില്ല, നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിക്കുമ്പോൾ ആ വലിയിൽ തീരുമാനമാകാൻ നിൽക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അത് കോൺഗ്രസിൻ്റെ സംസ്കാരപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്തുകൊണ്ടാണുള്ളത്? അതിന് ബേസിക് ആയിട്ടുള്ള ഒരു ആശയാടിത്തറയുടെ പ്രശ്നമുണ്ട്.
അത് കഴിഞ്ഞ ഒരു 10-70 വർഷക്കാലമായി അധികാരത്തിൻ്റെ ഒരു പാർട്ടിയാണ്. ഇന്ത്യ ഉണ്ടായ കാലം മുതൽ അതിൻ്റെ കയ്യിൽ അധികാരമുണ്ട്. അത് അധികാരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തതിന് ശീലമില്ല. അധികാരത്തിന് വേണ്ടി എനിക്ക് എപ്പോഴും പറഞ്ഞ പായം തോന്നുന്ന പോലെ അധികാരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുക, സമരമുന്നണിയാവുക, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിരന്തര സമരത്തിൻ്റെ ഒരു പാതയിൽ വരിക, അങ്ങനെ ഒരു സമരമുന്നണി എന്ന നിലയ്ക്കല്ല കോൺഗ്രസ് ഇന്ത്യയിൽ ഫോം ചെയ്ത്. ശരിയാണ്, അതിന് സ്വാതന്ത്ര്യ സമരകാലത്തെ ഒരു സമരത്തിൻ്റെ ചരിത്രം പറയാനുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഭരണത്തിൻ്റെ ഒരു സുഖലോലുപത മാത്രമേ ഇന്ത്യയിൽ അത് അനുഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രത്യയശാസ്ത്രപരമായ അടിത്തറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി എന്ന പൂർണ്ണമായ മീനിങ് അതിനില്ലാതെ വരുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തികളുടെ ഉപജാപക സംഘങ്ങൾ, ഫാൻ ഗ്രൂപ്പുകളായിട്ട് ആൾക്കാർ ചുരുങ്ങുന്നത്. അവരുടെ പവർ ക്ലാഷസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിൽ കാണേണ്ടി വരും, അതിനടുത്ത തെരഞ്ഞെടുപ്പിലും കാണേണ്ടി വരും. ജനം ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആനുകൂല്യം സ്വാഭാവികമായിട്ട് കിട്ടും. അത് ഇവരുടെ ഈ പെർഫോമൻസ് കണ്ടിട്ട്, ഇവരുടെ പ്രൊഫഷണലിസം കണ്ടിട്ട് ആണ് ജനം തീരുമാനം എടുക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കോൺഗ്രസ് ലക്കിയാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇതിനേക്കാൾ വലിയ സംഘർഷം ഉണ്ടാക്കിയിട്ടും തിരിച്ചു കയറി വന്നിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് നമ്മളെല്ലാ തെരഞ്ഞെടുപ്പിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ തെരഞ്ഞെടുപ്പിലും ജനകീയ പ്രശ്നങ്ങൾ, ജീവസന്ധാരണ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടണം. ഇന്ത്യൻ സിനാരിയോ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്നില്ല. വർഗീയത മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. കേരളത്തിൽ ഈ കേവല വിവാദങ്ങളല്ലാതെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഡിസ്കസ് ചെയ്യപ്പെടട്ടെ. അപ്പോൾ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ മാറിയിട്ട്, ഈ പറഞ്ഞ ആഭ്യന്തര കാലുഷ്യങ്ങളുടെ കഥകൾ മാറിയിട്ട് സർക്കാർ ഓഡിറ്റ് നടക്കട്ടെ. ആ ഓഡിറ്റ് ഏറ്റവും നന്നായി നടക്കട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യപ്പെടട്ടെ. ഞാനും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സീൻ മാറിയിട്ട് ഒരു ഗവൺമെൻറ് ഓഡിറ്റ് നടക്കട്ടെ. ആ ഓഡിറ്റിനെ ചൊല്ലി ജനങ്ങൾ തീരുമാനം എടുക്കട്ടെ എന്ന് ഞാനും പറയാം. യെസ്, അത് ഇനി വോട്ടെടുപ്പിലേക്ക് 21 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള. ഇന്നത്തെ ഒരു വിഷയമായിരിക്കില്ല ആ വോട്ടെടുപ്പ് ദിവസത്തിലെ അജണ്ട സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഓഡിറ്റിംഗ് ആയിരിക്കുമോ ആ വോട്ടെടുപ്പ് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം.